അനന്തപുരിയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് BJP സമ്മാനിക്കാനൊരുങ്ങുന്നത് മഹിഷി നിഗ്രഹനായ അയ്യപ്പൻ്റെ വിഗ്രഹം. അപൂർവമായ ശില്പം തടിയിൽ നിർമ്മിച്ചത് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ വിഷ്ണു PM ആചാരിയാണ്. 3.5 ദിവസങ്ങൾ കൊണ്ടാണ് വിഷ്ണു ശില്പം നിർമ്മിച്ച് നൽകിയത്. പ്രധാന സേവകന് കേരളത്തിൻ്റെ സമ്മാനമായി BJP നൽകാനൊരുങ്ങുകയാണ് ഈ ശില്പം. പൂർണ്ണമായും തടിയിൽ തീർത്ത മഹിഷി നിഗ്രഹനായ അയ്യപ്പൻ. ചിത്രങ്ങൾ പോലും ലഭ്യമല്ലാത്ത മഹിഷി നിഗ്രഹം ഭാവനയിൽ നിന്നാണ് ശില്പിയായ വിഷ്ണു PM ആചാരി കൊത്തിയെടുത്തത്. അച്ഛൻ മോഹനൻ ആചാര്യയുടേതായിരുന്നു ആശയം. ശില്പത്തിൻ്റെ പിന്നിലുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം എന്നുള്ളൊരു സങ്കല്പത്തിൽ അതിനകത്ത് അയ്യപ്പനും ഉൾപ്പെടണം, ശബരിമലയുടെ ഒരു ഐതിഹ്യമായിട്ടും ബന്ധപ്പെടണം. അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ ഒരു തീം ഇങ്ങനെ മഹിഷി നിഗ്രഹം ആ ഒരു ഭാവനയാണ് ഇവിടെ നമ്മൾ ശില്പത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം മഹിഷിയെ നിഗ്രഹിച്ച് അമ്പയച്ച് ശിരസിൽ അമ്പയറ്റ് മരിച്ചു കിടക്കുന്നതായിട്ടുള്ളതാണ്, നിഗ്രഹിക്കപ്പെട്ട് കിടക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു സങ്കല്പം. പത്തനംതിട്ട തിരുവല്ല നെടുമ്പ്രം സ്വദേശിയാണ് വിഷ്ണു. 3.5 ദിവസങ്ങൾ കൊണ്ടാണ് വിഷ്ണു തടിയിൽ അപൂർവ വിഗ്രഹം പൂർത്തീകരിച്ചത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഷോർട്ട് പീരീഡിൽ ഒരു 3.5 ദിവസം കൊണ്ട് തീർക്കേണ്ടി വന്നത് ഒരു ഇച്ചിരി ഇതായിരുന്നു. എങ്കിലും മൂകാംബികയുടെ അനുഗ്രഹം കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും അത് പൂർണ്ണമായിട്ടും സാധിച്ചു. അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിഗ്രഹം, മഹിഷിയെ വധിച്ചിരിക്കുന്ന അയ്യപ്പൻ്റെ ചിത്രം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഭാവനയാണിത്. അപ്പോൾ അതിൽ നിന്നും ഒരു ചിത്രം ഉണ്ടാക്കി അതിനെ വിഗ്രഹമായിട്ട് മാറ്റിയെടുത്ത് അത് അങ്ങേയറ്റം മാനസിക പിരിമുറുക്കത്തിൽ പിന്നെ ഇത് മോദിജിക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇതായിട്ട് വന്നത്. അത് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും ഭംഗിയോടുകൂടിയും ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് എങ്ങനെ ഉൾക്കൊള്ളും അതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ എന്നെ അറിയിച്ചപ്പോൾ അവരോട് സംസാരിക്കുകയും അവരത് ഉൾക്കൊണ്ടതിൽ നിന്നാണ് ഈ ഒരു ശില്പത്തിൻ്റെ ഇതിലേക്ക് വന്നത്. തേക്ക് തടിയിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് 2.5 അടി ഉയരമുണ്ട്. ക്ഷേത്രശില്പികളാണ് വിഷ്ണുവും അച്ഛൻ മോഹനനും. തങ്ങളുടെ സൃഷ്ടിയിൽ പിറന്ന ശില്പം പ്രധാനമന്ത്രിയുടെ കൈകളിലെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് വിഷ്ണുവും കുടുംബവും. ജനം, പത്തനംതിട്ട.